Welcome to Chakravarni Classes 2.0. നമ്മൾ ഐടിയിലെ 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലോട്ട് കയറുവാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത് സൈബർ ലോ എന്നൊരു ഏരിയ നിന്നാണ്. ഈ പരീക്ഷയ്ക്കും ഈ ടോപ്പിക്കിൽ നിന്ന് 100% ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കിട്ടും. ഇവിടെ നമുക്ക് സൈബർ ലോയുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് പഠിക്കാനുണ്ട്, കുറച്ച് സൈബർ ക്രൈംസും പഠിക്കാനുണ്ട്. ഈ 3 പാർട്ടായിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്ന കുറച്ച് വർഷങ്ങൾ പഠിക്കുകയാണ്. നമ്മുടെ ടോപ്പിക്കിലോട്ട് കയറുവാണ്. സൈബർ ലോ ചാപ്റ്റർ 3 സൈബർ ലോ. സൈബർ ലോ ഇപ്പം മിക്ക പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. കുറച്ച് ലോങ് ആണ്, എങ്കിലും ഇത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഏറ്റവും നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറയുന്ന സൈബർ ലോ തന്നെയാണ്. നമുക്ക് 1999 വരെയൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു സൈബർ നിയമം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഒരുപാടങ്ങ് കൂടി. നമുക്ക് വേണ്ട പോയിന്റും ഇത് തന്നെയാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു നിയമം വേണമെന്നുള്ളൊരു ആവശ്യകത ഉണ്ടായി. അങ്ങനെ 1999 കൂടി കുറേ ആൾക്കാർ പാർലമെന്റിൽ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ സൈബർ നിയമം വേണം എന്നാവശ്യപ്പെടുവാണ്. അപ്പം നമ്മുടെ സൈബർ നിയമത്തിൻ്റെ ആവശ്യപ്രകാരം സൈബർ നിയമം വേണമെന്നുള്ള ആവശ്യപ്രകാരം നമുക്ക് 2000 ഇങ്ങനൊരു നിയമം വരുവാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം ഏതെന്ന് ചോദിക്കാറുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ IT ആക്ട് 2000 എന്നെഴുതുക. IT ആക്ട് 2000. ചിലപ്പം ഓപ്ഷനിൽ IT ആക്ട് 2000 എന്നായിരിക്കില്ല. ഇതിൻ്റെ പൂർണ്ണരൂപം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. പോയിന്റ് ഇതാണ്: സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ IT ആക്ട് 2000 എന്നെഴുതുക. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതുവരെ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ IT നിയമം സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ IPC സെക്ഷനൊക്കെ വെച്ചുകൊണ്ടാണ് കേസെടുത്തുകൊണ്ടിരുന്നത്. 2000 ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേകിച്ച് വകുപ്പുകൾ തന്നെ ഉണ്ടായി. അപ്പം നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ IT ആക്ട് 2000 എന്നെഴുതുക. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നും ഇതിനെ പൂർണ്ണരൂപം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്നറിഞ്ഞിരിക്കുക. ഇതിന് മറ്റു 2 പേരുകൾ കൂടിയുണ്ട്. ഇന്റർനെറ്റ് ആക്ട് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഇന്റർനെറ്റ് ആക്ട് എന്ന് വിളിക്കുന്നതും ഇതിനെ തന്നെയാണ്. ഓർ കമ്പ്യൂട്ടർ ആക്ട് എന്നും വിളിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ആക്ട് എന്നും ഇന്റർനെറ്റ് ആക്ട് എന്നും അതുപോലെ IT ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരേ നിയമത്തിന് തന്നെയാണ്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമമാണ് IT ആക്ട് 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ കിടക്കുക. അതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിനെ വിളിക്കുന്ന മറ്റു 2 പേരുകൾ ഇന്റർനെറ്റ് ആക്ട് എന്നും കമ്പ്യൂട്ടർ ആക്ട് എന്നുമാണ്. ഒരു നിയമത്തിന് നമ്മൾ അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായിട്ട് പാർലമെന്റ് ഇതിനെ പാസ്സാക്കണം. 2ന്റെയും ഡേറ്റും വർഷവും നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് ചോദിക്കാറുണ്ട്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് എന്നെന്ന് ചോദിച്ചാൽ 9 ജൂൺ 2000 എന്നെഴുതുക. മാറിപ്പോരുത്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ 9 ജൂൺ 2000 എന്നെഴുതുക. 2000 ജൂൺ 9-ാം തീയതിയാണ് IT ആക്ടിനെ പാർലമെന്റ് പാസ്സാക്കിയത്. ഒരു നിയമത്തിനെ പാസ്സാക്കിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും നിയമം നിലവിൽ വരുന്നത്. മാറിപ്പോരുത്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് 9 ജൂൺ 2000-ലാണെങ്കിൽ IT നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഒരുപാട് ഡിഗ്രികളുടെ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചത് IT ആക്ട് 2000 നിലവിൽ വന്നത് എന്നത് തന്നെയാണ്. IT ആക്ട് 2000 നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ
17 ഒക്ടോബർ 2000 എന്നെഴുതുക. ഈ ഡേറ്റ് മാറിപ്പോരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെച്ചോളാം. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് 9 ജൂൺ 2000. IT ആക്ട് 2000 നിലവിൽ വന്നത് 17 ഒക്ടോബർ 2000. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമമാണ് IT ആക്ട് 2000. പൂർണ്ണരൂപം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നാണ്. ഇതിനെ വിളിക്കുന്ന മറ്റു പേരുകൾ ഇന്റർനെറ്റ് ആക്ട് എന്നും കമ്പ്യൂട്ടർ ആക്ട് എന്നുമാണ്. ഈ നിയമത്തിനെ പാർലമെന്റ് പാസ്സാക്കിയത് 9 ജൂൺ 2000. ഈ നിയമം നിലവിൽ വരുന്നത് 17 ഒക്ടോബർ 2000. മാറിപ്പോരുത്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് 9 ജൂൺ 2000. IT ആക്ട് 2000 നിലവിൽ വരുന്നത് 17 ഒക്ടോബർ 2000. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഈ നിയമം നിലവിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഇറ്റ് കണ്ടെയ്ൻസ് എന്ന് വേണ്ടി ചോദിക്കാറുണ്ട്. ഈ നിയമത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് കറക്റ്റ് ഓർഡർ ആക്കി പഠിച്ചു വെക്കുക. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഓർഡർ ചെയ്യാൻ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ IT ആക്ട് 2000 നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. IT ആക്ട് 2000 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. അതുപോലെ 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ 4 ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ 4 പട്ടികകൾ ഉണ്ടായിരുന്നു. ഓക്കെ, മാറിപ്പോലെ. അപ്പം എന്തൊക്കെയാണ് IT ആക്ട് 2000 നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു, 4 പട്ടിക അല്ലെങ്കിൽ 4 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. മാറിപ്പോരുത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ നിയമമാണ് IT ആക്ട് 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അത് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നത് 9 ജൂൺ 2000, നിലവിൽ വരുന്നത് 17 ഒക്ടോബർ 2000. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉള്ളടക്കമായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂളുകൾ. ഷെഡ്യൂളുകൾ ഏതാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. തൽക്കാലം ഷെഡ്യൂൾ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട. ഏതൊക്കെയാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ എന്ന് അറിഞ്ഞിരിക്കും. 4 ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പട്ടികകൾ ഇതൊക്കെയാണ് ആ സമയത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന പട്ടികകൾ. ഒന്ന്, ഇന്ത്യൻ പീനൽ കോഡ്. ആദ്യത്തെ പട്ടിക ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് എഴുതുക. IPC ആണ്. ഇന്ത്യൻ പീനൽ കോഡാണ് ഒന്നാമത്തെ പട്ടിക. ഇപ്പം നിലവിൽ ഈ പട്ടിക ഇല്ല, ഈ ഷെഡ്യൂൾ ഇല്ല, എടുത്തു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ 2000 നിലവിൽ വരുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പട്ടിക ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയും. അപ്പം 4 പട്ടികകളിൽ ഒന്നാമത്തത് ഇന്ത്യൻ പീനൽ കോഡ്, രണ്ടാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. മൂന്നാമത്തെ പട്ടിക ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് എന്ന് പറയും. മൂന്നാമത്തെ പട്ടിക ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. നാലാമത്തെ പട്ടിക ഏതെന്നുകൂടി പഠിച്ചു വെക്കുക. നാലാമത്തെ പട്ടികയാണ് RBI ആക്ട്. ഈ 4 പട്ടികകളാണ് IT ആക്ട് 2000 നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന പട്ടികകൾ. ഇന്ത്യൻ പീനൽ കോഡായിരുന്നു ആദ്യത്തെ പട്ടിക, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരുന്നു രണ്ടാമത്തെ പട്ടിക, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ആയിരുന്നു മൂന്നാമത്തെ പട്ടിക, RBI ആക്ട് ആയിരുന്നു നാലാമത്തെ പട്ടിക. നിലവിൽ വരുന്ന സമയത്ത് എത്ര ചാപ്റ്റർ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 13 ചാപ്റ്ററുകൾ, 94 സെക്ഷനുകൾ, 4 പട്ടികകൾ. ഏതൊക്കെയാണ് 4 പട്ടികകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ഇന്ത്യൻ പീനൽ കോഡ്, രണ്ടാമത്തേത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, മൂന്നാമത്തേത് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, നാലാമത്തേത് RBI ആക്ട്. ഒരു പരീക്ഷയ്ക്ക് RBI ആക്ട് എടുത്തു കളഞ്ഞിട്ട് വേറൊരു ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു സംഭവം ഇട്ടിട്ട് നമ്മുടെ പട്ടികയിൽ ഇല്ലാത്ത സംഭവം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് 4 ഉണ്ടെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, RBI ആക്ട്. ഈ 4 പട്ടികകളാണ് 2000 IT ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പട്ടികകൾ.
നമുക്കൊരു നിയമത്തിൽ അല്ലെങ്കിൽ ഒരു നിയമം നിലവിലുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയാണ്, നമുക്കൊരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിൽ ഒന്നിലോട്ട് അല്ലെങ്കിൽ എടുത്തു കളയണമെങ്കിൽ നമ്മളത് ഭേദഗതി ചെയ്യണം അല്ലെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യണം. നമുക്ക് ഈ IT ആക്ട് 2000 നിലവിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണമായിരുന്നു. നമ്മളതിന് അങ്ങനെ ഈ IT നിയമത്തിനെ ഒരു തവണ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. 2018 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. IT നിയമം ഭേദഗതി ചെയ്ത വർഷം എന്നാണ് ചോദിച്ചത്. IT ആക്ടിനെ ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. വർഷം ചോദിച്ചാൽ 2008 എന്ന് എഴുതുക. അപ്പം IT ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് 2000-നെ ഭേദഗതി ചെയ്തത് എന്നു ചോദിച്ചാൽ 2008 എന്ന് എഴുതുക. IT ആക്ട് 2000-നെ ഭേദഗതി ചെയ്തത് 2008-ൽ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. IT ആക്ട് 2000-നെ ഭേദഗതി ചെയ്ത വർഷമാണ് 2008. നമ്മൾ ഭേദഗതി ചെയ്താലും നമ്മൾ നേരത്തെ IT ആക്ടിനെ പാർലമെന്റ് പാസ്സാക്കിയതുപോലെ ഭേദഗതി നിയമത്തിനെയും പാർലമെന്റ് പാസ്സാക്കണം. ഇനി നമ്മൾ IT ഭേദഗതി നിയമം എന്നാ പറയുക. ഭേദഗതി നിയമം നമുക്കറിയാം 2008. IT ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ചോദിച്ചിട്ടുണ്ട്. അത് പാർലമെന്റ് പാസ്സാക്കിയത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാർലമെന്റ് പാസ്സാക്കിയത് 23 ഡിസംബർ 2008 എന്ന് എഴുതുക. നമ്മുടെ IT ആക്ട് 2000-നെ പാർലമെന്റ് പാസ്സാക്കിയത് 9 ജൂൺ 2000-ൽ. എന്നാൽ ഭേദഗതി നിയമം 2008-ലെ ഭേദഗതി നിയമത്തിനെ പാർലമെന്റ് പാസ്സാക്കിയത് 23 ഡിസംബർ 2008-ൽ. ഭേദഗതി ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത് നിലവിൽ വരുന്നത്. ഭേദഗതി നിയമം നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 2008-ലെ ഭേദഗതി നിയമം നിലവിൽ വരുന്നത് 2008-ലല്ല 2009-ലാണ്. മാറിപ്പോരുത്. IT ഭേദഗതി നിയമം അല്ലെങ്കിൽ അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നത് എന്നു ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഭേദഗതി നിയമം നിലവിൽ വരുന്നത് എന്നു ചോദിച്ചാൽ 27 ഒക്ടോബർ 2009 എന്ന് എഴുതുക. മാറിപ്പോരുത്. അപ്പം നമുക്കിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റോട് കൂടിയിട്ടുള്ള ഇയറുകൾ ഇതാണ്. IT ആക്ട് 2000-നെ നമ്മൾ പാർലമെന്റ് പാസ്സാക്കുന്നത് 9 ജൂൺ 2000-ൽ. IT ആക്ട് 2000 നിലവിൽ വരുന്നത് 17 ഒക്ടോബർ 2000-ൽ. IT ആക്ട് 2000-നെ ഭേദഗതി ചെയ്തത് 2008-ൽ. ഈ IT ആക്ട് അല്ലെങ്കിൽ ഭേദഗതി നിയമം 2008-ലെ ഭേദഗതി നിയമത്തിനെ പാർലമെന്റ് പാസ്സാക്കിയത് 23 ഡിസംബർ 2008-ൽ. IT ഭേദഗതി നിയമം 2008 നിലവിൽ വരുന്നത് 27 ഒക്ടോബർ 2009-ൽ. അപ്പം മാറിപ്പോരുത്. IT ആക്ട് 2000 നിലവിൽ വരുന്നത് 17 ഒക്ടോബർ, 2 ഒക്ടോബർ തന്നെയാണ്. 17 ഒക്ടോബർ 2000. എന്നാൽ ഭേദഗതി നിയമം 2008-ലെ ഭേദഗതി നിയമം വരുന്നത് 27 ഒക്ടോബർ 2008 എന്ന ഓപ്ഷനിൽ കാണും. എടുക്കരുത്. 27 ഒക്ടോബർ 2009 എന്നാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് ഡിസംബർ 23, 2008. ഭേദഗതി നിയമം 2008 നിലവിൽ വരുന്നത് 27 ഒക്ടോബർ 2009. IT ആക്ട് 2000 നിലവിൽ വരുന്ന സമയത്ത് 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു, 4 പട്ടികകൾ ഉണ്ടായിരുന്നു. ഭേദഗതി നിയമം നിലവിൽ വരുന്ന സമയത്ത് അതിൽ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ 13 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 14 ചാപ്റ്ററുകളായി മാറി. ഒരു ചാപ്റ്റർ കൂടി. 94 സെക്ഷൻസ് ആയിരുന്നു, 30 സെക്ഷൻസോളം കൂടിയിട്ട് ഇപ്പം നിലവിൽ 124 സെക്ഷൻസ് ആയി. അവിടെ പട്ടികകൾ 4 ആയിരുന്നു, ഇവിടെ പട്ടികകൾ 2 ആക്കി കുറച്ചു. ഇവിടുത്തെ പട്ടികകൾ 2 ആണ്. അവിടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടുകൾ ഇല്ലായിരുന്നു, ഇവിടെ 4 പാർട്ടുകൾ അവർ ആഡ് ചെയ്തു. ഇതിനെ ഓർഡർ ചെയ്യാൻ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. IT അമെൻമെന്റ് ആക്ട് 2008-ൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ
14 ചാപ്റ്ററുകൾ, 124 സെക്ഷനുകൾ, 2 പട്ടികകൾ, 4 പാട്ടുകൾ. 2000-ന്റെ അകത്ത് 13 ചാപ്റ്ററുകളായിരുന്നു, 94 സെക്ഷൻസ് ആയിരുന്നു, 4 പട്ടികകളായിരുന്നു. ഇവിടെ 14 ചാപ്റ്ററുകൾ, 124 സെക്ഷൻസ്, 2 പട്ടികകൾ, 4 പാട്ടുകൾ. ഇവിടത്തെയും 2 പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ ഏതാണെന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഒരു പട്ടികയുമായി ബന്ധപ്പെട്ട് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 2 പട്ടികകൾ ഏതെന്ന് നോക്കാം. മാറിപ്പോരുത്. 2000-ന്റെ നിയമം നമുക്ക് ഭേദഗതി ചെയ്തത് 2008, നിലവിൽ വരുന്നത് 27 ഒക്ടോബർ 2009. അത് വരുന്ന സമയത്ത് 14 ചാപ്റ്ററും 124 സെക്ഷനും 2 പട്ടികയും 4 പാട്ടുകളും ഉണ്ടായിരുന്നു. ആദ്യത്തെ പട്ടികകൾ ഷെഡ്യൂളുകൾ 4 നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ 2 പട്ടികകൾ ഏതാണെന്ന് നോക്കാം. ഇവിടുത്തെ 2 പട്ടികകൾ ഏതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ്, ഡിജിറ്റൽ ഡോക്യുമെന്റ്സ്. രണ്ടാമത്തേത് ഡിജിറ്റൽ സിഗ്നേച്ചർ. ആദ്യം നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, RBI ആക്ട് ആയിരുന്നു 4 പട്ടിക. നിലവിൽ ആ പട്ടികകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഡോക്യുമെന്റ്സും ഡിജിറ്റൽ സിഗ്നേച്ചറും. നമ്മൾ അവിടെ 4 പട്ടിക പറഞ്ഞു, ഇവിടെ 2 പട്ടിക പറഞ്ഞു. ഒരു പട്ടിക മാത്രം PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. The system can be used to authenticate digital record എന്ന് പറയും. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള റെക്കോർഡുകൾ തുറന്നു കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇത്. ഡിജിറ്റൽ റെക്കോർഡുകൾ തുറന്നു കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനം. The system can be used to authenticate digital record. ഡിജിറ്റൽ റെക്കോർഡുകൾ തുറന്നു കാണണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, മാറിപ്പോലെ. ഡിജിറ്റൽ റെക്കോർഡ് തുറന്നു കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചാൽ, ഡിജിറ്റൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റെക്കോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് PSCയുടെ ഹോം പേജിൽ നമ്മൾ കയറി എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കാൻ ഒരു കോളം ഉണ്ട്, പാസ്വേഡ് കൊടുക്കണം, ക്യാപ്ചർ കൊടുക്കുക, ലോഗിൻ ചെയ്ത് കയറാം. നമ്മൾ യൂസർ നെയിം കൊടുക്കും, പാസ്വേഡ് കൊടുക്കും. ഇപ്പം നമ്മൾ യൂസർ നെയിം കൊടുത്തിട്ട് പാസ്വേഡ് ഒരു 8 or 10 ഡിജിറ്റ് നമ്മൾ എൻട്രി ചെയ്തു എന്ന് വിചാരിക്കുക. ലോഗിൻ കൊടുക്കുന്ന സമയത്ത് ഈ കോളം മൊത്തം ഡോട്ടുകൾ കൊണ്ട് നിറയാറുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ആണ് അവിടെ നമ്മൾ ശരിക്കുള്ള നമ്മുടെ പാസ്വേഡ് ആണെന്ന് അവിടെ ഡോട്ടായിട്ട് വന്ന് നിറയുന്നത്. ഇവിടെ ഡോട്ടുകളായിട്ട് വന്ന് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നിറയാറുണ്ട്. ഈ നിറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. നമ്മുടെ PSCയുടെ പാസ്വേഡ് 32 ഡിജിറ്റാണ്. നമ്മൾ 10 ഡിജിറ്റ് ആയിരിക്കും ചിലപ്പോൾ പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യുന്നത്. ബാക്കി 22 ഡിജിറ്റ് നമ്മൾ പോലും അറിയാതെ നമുക്കൊരു അതോറിറ്റി തരും. നമ്മൾ പോലും അറിയാതെ ഈ PSCയുടെ പാസ്വേഡ് നമുക്ക് തരുന്നത് ഒരു അതോറിറ്റിയാണ്. ആ അതോറിറ്റികളെ പറയുന്ന പേരാണ് സർട്ടിഫൈങ് അതോറിറ്റി എന്ന് പറയും. അപ്പം നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ തരാൻ അവകാശമുള്ള ആൾക്കാരാണ് സർട്ടിഫൈങ് അതോറിറ്റി. PSCയിൽ നമുക്ക് ഇങ്ങനെ ഡിജിറ്റൽ സിഗ്നേച്ചർ തരുന്നത് PSCയുടെ ഹോം പേജിൽ താഴെ NIC എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു സർട്ടിഫൈങ് അതോറിറ്റിയാണ്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ എന്ന് പറയും. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അത് നമുക്ക് തരുന്നത് സർട്ടിഫൈങ് അതോറിറ്റിയാണ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫൈങ് അതോറിറ്റിയാണ് NIC, നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. ഈ NIC എന്ന് പറയുന്ന സർട്ടിഫൈങ് അതോറിറ്റിക്കാരാണ് PSCയുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊടുക്കുന്ന 10 ഡിജിറ്റോ 12 ഡിജിറ്റോ പാസ്വേഡിൻ്റെ കൂടെ ബാക്കി 32ൻ്റെ ബാക്കി വന്ന് ചേരാൻ അല്ലെങ്കിൽ അത് നമുക്ക് തരുന്നത് ഈ NIC എന്ന് പറയുന്ന ഈ സർട്ടിഫൈങ് അതോറിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്ന 10 ഡിജിറ്റ് പാസ്വേഡിൻ്റെ കൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സെക്യൂരിറ്റിക്ക് അവർ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യും. അതും കൂടെ വന്ന് ചേരുന്നതാണ് നമ്മൾ ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡോട്ടായിട്ട് തെളിയുന്നത്. സോ നമ്മൾ പോലും അറിയാതെ സർട്ടിഫൈങ് അതോറിറ്റി എന്ന് പറയുന്ന
ഈ ഓർഗനൈസേഷൻസ് നമുക്ക് തരുന്ന പാസ്വേഡുകളാണ് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ. ഇത് നമുക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ റെക്കോർഡുകൾ തുറന്നു കാണാനാണ്. പബ്ലിക് സെക്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതുപോലത്തെ സർട്ടിഫൈങ് അതോറിറ്റി കാണും. അവരാണ് നമ്മൾ ഡിജിറ്റൽ ഡോക്യുമെന്റ്സിന് എല്ലാം ഇതുപോലത്തെ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ തരുന്നത്. ടീച്ചർ ഹോം പേജിൽ ലാസ്റ്റ് കൺട്രോൾഡ് ബൈ NIC എന്ന് കിടപ്പുണ്ട്. നമുക്ക് പാസ്വേഡ് നമ്മൾ പോലും അറിയാതെ സെക്യൂരിറ്റി ആയിട്ട് നൽകുന്നത് ഇവരാണ്. നമ്മൾ കൊടുക്കുന്ന 10 ഡിജിറ്റ് മാത്രമല്ല പാസ്വേഡ്, ടോട്ടൽ 32 ഡിജിറ്റ് ആണ്. ആ 32 ഡിജിറ്റിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ബാക്കിയെല്ലാം നമുക്ക് നൽകുന്നത് NIC എന്ന് പറയുന്ന സർട്ടിഫൈങ് അതോറിറ്റിയാണ്. ഇപ്പം പറഞ്ഞത് നമുക്ക് സൈബർ ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പായിട്ട് കിട്ടും. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് IT ആക്ട് 2000 നിലവിൽ വന്നത് എന്നത് തന്നെയാണ്. സോ ഇതാണ് നമുക്ക് ആദ്യത്തെ ഏരിയ ആയിട്ട് പഠിക്കേണ്ടത്. 2 ഏരിയാസ് കൂടെ നമുക്കിവിടെ കവർ ചെയ്യാനുണ്ട്, പ്രധാനപ്പെട്ട സെക്ഷൻസും സൈബർ ക്രൈംസും. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിച്ചു.